ഹായ് ഓൾ, ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് നവാബി സേമായി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ആവശ്യമുള്ളത് നല്ല നേരിയ സേമിയ വാങ്ങിക്കാൻ കിട്ടും. സാധാരണ യൂസ് ചെയ്യുന്ന കട്ടിയുള്ള സേമിയ അല്ല, നേരിയ സേമിയ വാങ്ങിക്കാൻ കിട്ടും. അത് 2 പാക്കറ്റ് 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ആദ്യം അത് നൈസായിട്ടൊന്ന് പൊടിച്ച് വെക്കുന്നുണ്ട്. കൈകൊണ്ട് ക്രഷ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമുക്ക് തിളക്കുമ്പോൾ ചിലപ്പോൾ നെയ്യ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഒന്നൊന്ന് ഒരു നനവുള്ള രീതിയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ട് ചേർക്കണം. പിന്നെ ഇതും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം. വലിയ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. സേമിയയിലേക്ക് ആ മധുരമൊക്കെ അത്ര മധുരമൊന്നും നമുക്ക് തോന്നിക്കില്ല. ഇനി ഒരു പുഡിംഗ് ട്രേ എടുക്കുക. ആ പുഡിംഗ് ട്രേയിലേക്ക് ഈ ഒരു സേമിയയുടെ പകുതി ഇട്ട് കൊടുക്കുക. പകുതി ഇട്ട് കൊടുത്തിട്ട് താഴെ ഇട്ടിട്ട് ഒന്നൊന്ന് ലെവലാക്കിയിട്ട് ഫ്രീസറിൽ കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ബട്ടർ വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് കസ്റ്റാർഡ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തണുത്ത പാൽ കുറച്ച് ഒഴിച്ചിട്ട് കട്ടയില്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. തണുത്ത പാലേ ഒഴിക്കാവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി 1 ലിറ്റർ പാൽ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ 1 ലിറ്റർ പാലിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 400 ഗ്രാം ചേർക്കുന്നുണ്ട്. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുക. മധുരം ഉണ്ടാവില്ല, അപ്പോൾ കുറച്ച് മധുരം വേണം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുക. കൂടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും ഒരു നുള്ളൂടെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ച് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി മധുരം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മാത്രം മതിയെങ്കിൽ അങ്ങനെ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഇത് തിളച്ച് വരുമ്പം ഇനി നമ്മളിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഇല്ലേ, അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പെട്ടെന്ന് തിക്കാവും, അടി പിടിക്കരുത്. വളരെ പെട്ടെന്ന് സ്പീഡിൽ ഇളക്കിയിട്ട് നല്ല തിക്കായിട്ട് വരും. ഇതിലേറെ തിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കസ്റ്റാർഡ് പൗഡർ ചേർത്താൽ മതി. ഇപ്പോൾ സെറ്റായ ട്രേയിലേക്ക് ഈ ഒരു കൂട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പം തന്നെ അത് സെറ്റാവാൻ തുടങ്ങും. ഇനി അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള സേമിയ, നേരത്തെ പകുതിയല്ലേ ഇട്ടെ, ബാക്കിയുള്ള സേമിയയും കൂടെ മേലെ നല്ലപോലെ ഇട്ടിട്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് നട്ട്സ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ അതൊന്ന് കവർ ചെയ്യണം. ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നല്ലതുപോലെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുക്കുക. കഴിക്കുമ്പോൾ നിങ്ങൾക്കിത് കാണാം, നല്ല അടിപൊളി പുഡിങ്ങാണ്. എന്തായാലും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്